സമയം 10:15 നമുക്ക് മാർക്കിങ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. പിന്നെ ഒരു പുഷ് ഉണ്ട്, ഇന്നലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 24,700 650 റേഞ്ചിൽ വരുമ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു. അതിൻ്റെ ടാർഗറ്റ് 25,000, സ്റ്റോപ്പ് ലൂസ് വരുന്ന 24,510. ഇന്നലത്തെ ആ ഒരു ഹ്യൂജ് സെല്ല് നടന്ന ആ ഒരു സിംഗിൾ ലോട്ട് സെല്ലാണെന്നല്ലേ അതിൻ്റെ താഴെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കിങ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഇന്നെന്തായാലും ഡൗൺ സൈഡൊക്കെ നമ്മൾ എക്സ്റ്റൻഷൻ ട്രേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു സിംഗിൾ ലോട്ടുള്ളൂ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹൈ വരുന്ന 24,738, ലോ വരുന്ന 24,692, 24,692. ഓക്കെ, പിന്നെ താഴേക്കിപ്പോൾ തന്നെ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. പിന്നെ 10:15 to 10:45 ഇടയിൽ നമ്മൾ ട്രേഡ് എടുക്കുമല്ലോ അറിയില്ലേ. ഓക്കെ, പിന്നെ നമ്മൾ ഒരു പൊസിഷൻ നമ്മളെ കയ്യിലുണ്ട്, മറ്റേ സിംഗിൾ ലോട്ട് എടുത്ത് എന്താണ് കറൻ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടാർഗറ്റ് തന്നെ 25,000 ക്യാരി ഫോർവേഡ് ചെയ്യും. ഇതൊന്ന് വൈകുന്നേരത്തിനുള്ളിൽ ടാർഗറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, തിങ്കളാഴ്ച വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ലോസ് നമ്മൾ ബുക്ക് ചെയ്യേണ്ട ഏരിയ 24,510 പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്കി അപ്ഡേറ്റ് തരാം. പിന്നെ ഈ എക്സ്റ്റൻഷൻ ട്രേഡ് ആയത് താഴേക്ക് വന്ന ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് നമ്മൾ എടുക്കണില്ല. ഈ 10:15 ശേഷം വന്ന 10:15 to 10:45 ഉള്ളിൽ വരുന്ന കാരണം നമുക്കൊന്ന് ബാക്കി നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ആ ടൈം 1:38 ഏകദേശം. നമ്മൾ പിന്നെ വേറെ പൊസിഷനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെ പറഞ്ഞ ആ ഒരു കോൾ ഓപ്ഷൻ 25,000 വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളതല്ലേ ഉള്ളൂ. പിന്നെ അത് കറൻ്റ് 1226, 1250 അടുത്ത് ലോസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ ക്ലോസ് ആവണമെന്ന് വെച്ചാൽ നമ്മളൊരു 24,500 ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ ലോട്ട് മേടിച്ചിടും. അതായത് നമുക്ക് ഇപ്പോൾ ലോസ് വരികയാണെങ്കിൽ ഏകദേശം ഈ ഒരു 2,000 ഉള്ളിൽ തന്നെ ഉള്ളു വരിക. പിന്നെ മാർക്കറ്റ് കയറുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അതിനിപ്പോൾ മാർക്കറ്റ് താഴേക്ക് നന്നായി ഇറങ്ങി വരികയാണെങ്കിലും ആ ഒരു ഹെഡ് ചെയ്ത പൊസിഷനിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഒന്നുകിൽ ചെറിയ ലോസിൽ ഇറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാം, ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങാം. അതാണ് അടുത്ത പ്ലാൻ. പിന്നെ ഇന്ന് നമ്മളെ സ്ട്രാറ്റജി വൈസ് ഇന്ന് എൻട്രി ഉണ്ടായിരുന്നു. അതായത് 1 hour ബ്രേക്ക് ഔട്ട് താഴെ നമ്മൾ ഇന്ന് എന്ത് എൻട്രി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളിൽ ഇന്നലെ താഴെ സൈഡിലൊരു FA ഉള്ള കാരണം ഫീൽഡ് ഓപ്ഷൻ തിയറി വെച്ചിട്ട് നമ്മൾ ഇന്ന് കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അത് കാരണമാണ് ഇന്ന് പിന്നെ പുട്ട് ഓപ്ഷൻ എടുക്കാഞ്ഞ്. പുട്ട് ഓപ്ഷൻ പ്ലാൻ ചെയ്തിരുന്നു, പിന്നെ ഇങ്ങനെയൊരു പൊസിഷൻ നമ്മളെ കയ്യിൽ കിടക്കുന്ന കാരണം പിന്നെ നമ്മൾ എടുത്തില്ല. ഓക്കെ, അതാണ് ഇപ്പോൾ കറൻ്റ് അപ്ഡേറ്റ്. പിന്നെ അതായത് പുട്ട് ഓപ്ഷൻ എടുക്കുന്ന ടൈമിൽ ഞാൻ ചിലപ്പോൾ വീട്ടിലുണ്ടാകുമ്പോൾ പുറത്തു 2:30 ആകുമ്പോൾ. അപ്പോൾ അതിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ഞാൻ തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ തരാം. ഓക്കെ, പിന്നെ എക്സിറ്റും കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ചനുള്ളിൽ ചെയ്യുക. ചൊവ്വാഴ്ച നമ്മളെ ബഡ്ജറ്റാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് മാർക്കറ്റ് എങ്ങനെ മൂവ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ തിങ്കളാഴ്ച നല്ല ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നത് വെച്ചാൽ നമ്മൾ ഇതിൽ അത്യാവശ്യം നല്ല ലോസ് എടുക്കേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുട്ട് ഓപ്ഷൻ മേടിക്കുന്നത്. ഇനിയിപ്പോൾ മാർക്കറ്റ് മേലെ ഓപ്പൺ കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച കാണാം.